الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത സ്മരണകൾ ഉമ്മത്ത് മുസ്ലിമ ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച ഹാജിമാരും ഹാജകളും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പലരും പുറപ്പെട്ടു, ചിലരെങ്കിലും പുറപ്പെടാൻ അതിനുള്ള ഒരുക്കങ്ങളിലാണ്. അല്ലാഹു എല്ലാവരുടെയും ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ ചരിത്ര സന്ദർഭത്തിൽ സത്യവിശ്വാസികളുടെ മനസ്സുകളിലൂടെ കടന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഇബ്രാഹിമി മില്ലത്തിലെ ചരിത്ര വായനയിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിക്കല്ലിലേക്ക് ബലിയെറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭമാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി ഇന്നി അദ്ബഹ. നിന്നെ ബലിയെറുക്കണമെന്നതാണ് അള്ളാഹു സ്വപ്നത്തിലൂടെ എന്നെ അറിയിച്ചിട്ടുള്ളത്. ഫൻളുർ മാദാ തറ, എന്താണ് നിന്റെ നിലപാട്? ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. ഉപ്പ,
നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും താങ്കൾക്ക് അതുമായി മുന്നോട്ട് പോകാം. സതജുദിനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഈ പൊന്നുമോനെ ക്ഷമിക്കുന്നവനായിക്കൊണ്ട് പടച്ചവന്റെ മാർഗത്തിലുള്ള ഈ കൽപ്പനകളെ അതിന്റെ മാർഗത്തിൽ ക്ഷമയോടെ അതിനെ അഭിമുഖീകരിക്കുന്നവനായി താങ്കൾക്ക് കാണാം. വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാർ ലഭ്യമായ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ആ മനോഹരമായ ചരിത്ര സംഭവത്തെ വർണ്ണിക്കുന്നുണ്ട്. ഹാജറ ബീവിയുടെ അടുക്കൽ നിന്ന് ഒന്നും മിണ്ടാതെ രണ്ടുപേരും ഇറങ്ങിപ്പോരും. ഉമ്മയോടൊന്ന് സലാം പറയാൻ പോലുമല്ല അവസരമില്ലാതെ പോകുന്ന മകനോടാണ് പറയുന്നത്, മോനെ, നിന്നെ ബലിക്കല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബലിക്കല്ലിൽ അറുക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുമ്പോൾ മകൻ പറയുന്നു, ഉപ്പ, നിങ്ങൾ എന്നെ കമിഴ്ത്തിക്കിടത്തിക്കൊണ്ടാണ് ഇറക്കേണ്ടത്. നിങ്ങൾ എന്നെ മലർത്തിക്കിടത്തിക്കൊണ്ട് ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുന്നതിൽ താങ്കൾക്ക് ചാഞ്ചല്യമുണ്ടായേക്കാം. യാ അബത് ഇഷ്തുദ്രിബാതി ഹത്താ ലാ അൽതരിബ്. ഉപ്പ, നിങ്ങൾ എന്നെ മുറുക്കിക്കെട്ടണം. മരണത്തിന്റെ വപ്രാളത്തിന്റെ സമയത്ത് ഞാൻ കുതറിപ്പോയാൽ അതിന് ഭംഗം വന്നു പോകും. വഖ്ഫുഫ് അന്നീ സിയാബക ഹത്താ ലാ യൻളഹ അലൈഹാ മിൻ ദമി ശൈ. ഉപ്പ, നിങ്ങളുടെ വസ്ത്രം അഴിച്ചു മാറ്റുക. നിങ്ങൾ എന്നെ ഇറക്കുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്നുള്ള രക്തത്തുള്ളികൾ നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ ഫതറാഹു ഉമ്മി ഫതഹ്സൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ അത് കാണുകയും ഉമ്മ വേദനിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് അഴിച്ചു മാറ്റുക. മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണമില്ലെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയില്ല. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഫഇദാ അതൈത ഉമ്മി ഫഖ്റു അലൈഹസ്സലാമ മിന്നി. ഉപ്പ, എന്റെ പൊന്നുമ്മയോട് സലാം പറയണം. ഈ പ്രിയപ്പെട്ട മകന്റെ സലാം ഉമ്മയോട് നിങ്ങൾ അറിയിക്കണം. പ്രിയമുള്ളവരെ, ഇബ്രാഹിമി മില്ലത്തിന്റെ ചരിത്രത്തിലെ വൈകാരികമായ ഈ സന്ദർഭം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച, പടച്ചവനെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മഹദി ഹാജറ ബീവിയുടെയും മകൻ ഇസ്മായിലിന്റെയും ചരിത്രം. ഈ ചരിത്രം വിവരിച്ചതിനു ശേഷം വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ഹാദ തസ്ലീം അല്ലദി അൽഹറഹു ഇസ്മായിൽ അലൈഹിസ്സലാം ലി അബീഹി. ഇത് ഇബ്രാഹിം മാത്രം വളർത്തിയെടുത്ത ഉമ്മയല്ല. ലം യകും മുജറദൻ വിറാസതൻ മിൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഫഹസ്ബു ബൽ ഹുവ സമറുഹു തിൽക തർബിയത്തി അല്ലതി അർസതഹാ ഫി ഉമ്മത്തു ഹാജറു ഫി ദാലികൽ വാദി. ഇത് വിജനമായ മരുഭൂമിയിൽ വെച്ച് ഒരു ഉമ്മ മകന് കൊടുത്ത തർബീയത്തിന്റെ കൂടി ചരിത്രമാണ്. അതേ കൂട്ടരെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത് തർബിയത്തുൽ ഉമ്മ്. ഹാജറയുടെ മദ്രസയിൽ, ഹാജറയുടെ പാഠശാലയിലാണ് ഇസ്മായിൽ വളർന്നത്. ആ ഇസ്മായിലാണ് തന്റെ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം ദീനിന്റെ മാർഗത്തിലുള്ള തൽഹിയത്തിന്, സമർപ്പണത്തിന് സന്നദ്ധമായത്. ഇത് ഈ കാലഘട്ടത്തിൽ ഉമ്മത്ത് മുസ്ലിമയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ചില പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. എന്തിനാണ് ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് ഓർക്കണമെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞത്? എന്തിനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത പാഠങ്ങളെ ആണ്ടുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ സ്മരണകളായി കൊണ്ടുപോകുന്നത്? ഹാജിമാരും ഹാജകളും അവിടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ അനുഷ്ഠാനപരതയുള്ള വിക്റുകളും ദുആകളുമല്ല അവർക്കുള്ളത്. ചരിത്രത്തിലെ വളരെ മനോഹരമായ ചരിത്ര സംഭവങ്ങളെ ഹൃദയത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഓരോ ഹാജിയും തന്റെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഹാജറയെ കുറിച്ച് ഓർക്കാതെ, ഇസ്മായിലിനെ കുറിച്ച് ഓർക്കാതെ, ഇബ്രാഹിമി മില്ലത്തിന്റെ ചരിത്രം ഓർക്കാതെ ഒരു ഹാജിയുടെയും ഹാജയുടെയും ഹജ്ജ് പൂർണ്ണമാകുകയില്ല.
പ്രിയമുള്ളവരെ, എങ്കിൽ നമ്മൾ അറിയണം, ഈ കാലഘട്ടത്തിൽ അതിശക്തമായ ചില വർത്തമാനങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ പാഠങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ 3 പാഠശാലകളുണ്ട്. അൽ മദ്റസത്തുൽ ഊല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തർബിയത്തുൽ ഉമ്മയുടെ പാഠശാലയാണ് ഒന്നാമത്തേത്. 2 തർബിയത്തുൽ ബിഅ, അഥവാ അവന്റെ ചുറ്റുപാടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും അവന് ലഭിക്കുന്ന അറിവുകളുടെ പാഠശാല. 3-ാമത്തേത് അൽ മദ്റസത്തുൽ നിലാമിയ, വ്യവസ്ഥാപിതമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളും ദീനി പാഠശാലകളും ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ. എന്നാൽ ഞാൻ പറയും, ഈ സംവിധാനങ്ങളെല്ലാം ഇന്ന് മുസ്ലിം ഉമ്മത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ശരിയായ സ്വഭാവത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അല്ലേ? മദ്റസത്തുൽ നമ്മുടെ ചരിത്രത്തിൽ മഹത്തുക്കളായ തലമുറകളെ വളർത്തിയെടുത്ത ഉമ്മമാരുടെ പാഠശാലകൾ, ആ പാഠശാലകളുടെ ക്വാളിറ്റികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മക്കളോട് അനീതികളല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു. വല്ലാത്ത പ്രശ്നമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ തലമുറകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജൻസി തലമുറയെ കുറിച്ച് പറയുമ്പോൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സാമൂഹിക പ്രവർത്തകർക്കുമൊക്കെ പറയാനുള്ളത് ഈ വർത്തമാനങ്ങളാണ്. ശരിയുമുണ്ട്, അല്ലേ? മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ കേരളത്തിൽ മലബാറിൽ ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയെ സഹപാഠികൾ മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത്. എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിലുള്ളത്, എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മുടെ ചുറ്റുപാടുകളുള്ളത്. ഈ പെരിന്തൽമണ്ണ നഗരത്തിലെ പ്രമുഖമായ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഞാൻ ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോകുകയല്ല, പക്ഷേ ദുർബലമായി കൊണ്ടിരിക്കുന്ന മനസ്സുകൾ ലഹരിയുടെ പിടുത്തത്തിൽ ഈ പെരിന്തൽമണ്ണയിലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ചാടിപ്പോയി പിന്നെയും പിടിച്ചുകൊണ്ട് കയറുകൊണ്ട് കെട്ടിയിടേണ്ടി വന്ന മുസ്ലിമിന്റെ കുടുംബത്തിലെ കുട്ടികൾ. ആർക്കാണ് പിഴവുകൾ പറ്റിയത്? കുട്ടികൾക്കാണോ? അല്ല, ഹാജറയാകുന്ന ഉമ്മമാർ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. ഹാജറകൾ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയപ്പോൾ സംഭവിച്ചത്, മദ്റസത്തുൽ ബി എന്ന് പറയുന്ന പരിസരങ്ങളുടെയും സാഹചര്യങ്ങളിലൂടെയും ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ വളർത്തപ്പെടേണ്ട സാഹചര്യങ്ങളില്ലാതെ പോയത് പോരാ, മദ്രസകളോട് കൊഞ്ഞനം കുത്തുന്ന രക്ഷിതാക്കൾ ഉണ്ടായത്. എത്രയെത്ര മക്കളെയാണ് നിങ്ങൾ ദീനീ പഠനത്തിന് വിട്ടത്? നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുക, ദീനീ പഠനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയം എത്രയാണ്? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദീനീ പഠനത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമ്പത്ത് എത്രയാണ്? പലപ്പോഴും ഇത് പറയുമ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ വല്ലാതെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നവരാകരുത് എന്ന്. ശരിയാണ്, ഈ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടത് എനിക്കല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ ദീൻ പഠിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഉമ്മത്തിന് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തോട് വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾ സഹിക്കുന്നില്ലല്ലോ, വല്ലാതെ പ്രശ്നമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഇസ്ബിറു ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനും ഇല്ലല്ലദീ ബഅദഹു ശർറു മിൻ. ക്ഷമിക്കടോ, ഇനി നിങ്ങൾ വരാനിരിക്കുന്നത് കാലഘട്ടം ഇതിനേക്കാൾ മോശമായിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതാണ്. അതുകൊണ്ട് ടോക്സിക് പോസിറ്റിവിറ്റിയുടെ ആളുകൾ പറയുന്നത് പോലെ, ബ്ലൈൻഡ് ഒപ്റ്റിമിസത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ എല്ലാം ഭദ്രമാണ്, കുടുംബങ്ങൾ ഭദ്രമാണ്, നമ്മുടെ തലമുറകൾ ഭദ്രമാണ് എന്ന് പറയാൻ ഈ മിമ്പറിൽ നിന്ന് എനിക്ക് സാധ്യമല്ല. അത്രമാത്രം മുസ്ലിമിന്റെ വീടുകൾക്കകത്ത് സംഘടനകൾ വ്യത്യാസമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറകൾ. എത്രയെത്ര കൂട്ടായ്മകൾ ഈ സമുദായത്തിനുണ്ട്, എത്രയെത്ര മതസംഘടനകളുണ്ട്, എത്രയെത്ര മഹല്ലത്തുകളുണ്ട്, എത്രയെത്ര പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വളർന്നു വരുന്ന തലമുറയെ ധാർമ്മികമായ അന്തരീക്ഷത്തിലൂടെ വളർത്തിയെടുക്കാൻ നമ്മൾ എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്, സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, സമ്പത്തിന് പഞ്ഞമുണ്ടായിരുന്ന, വിഭവങ്ങൾക്ക് പഞ്ഞമുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മൾ ഈ സംവിധാനങ്ങളെ പോറ്റിയ ചരിത്രമാണ് മുസ്ലിമിന്റെ ചരിത്രത്തിലുള്ളത്. മഹാനായ അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിന്റെ ഒരു
വേദനിപ്പിക്കുന്ന വർത്തമാനം ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള നല്ല നല്ല മനുഷ്യരെ ഉണ്ടാക്കാനുള്ള ഫാക്ടറികളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ആധുനിക മുസ്ലിമിന്റെ ഏറ്റവും വലിയ സങ്കടം ഈ ഫാക്ടറികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കുറിച്ചാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. മഹത്തുക്കളായ നമ്മുടെ പ്രവാചകന്മാരും സലഫു സാലിഹീങ്ങളും പ്രാർത്ഥിച്ചത് അതിനു വേണ്ടിയാണ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തപ്പെടുന്ന മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഒന്ന്. ഹുനാലിക ദഅ സകരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഉത്തമമായ ഒരു സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ച നമ്മുടെ മക്കൾക്ക് വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനകളിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നത് പഠിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളിലെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെയെല്ലാം ഒരുപോലെ പ്രയോഗിച്ചത് ഹബ് എന്നുള്ളതാണ്. വഹബ എന്ന പ്രയോഗത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടത്. അൽ വഹാബ് എന്ന അള്ളാഹുവിന്റെ നാമമുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇത് വഹബ എന്നുള്ളത് രൂപപ്പെട്ടത്. അത് അള്ളാഹു നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുന്നവനാണ്, നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നവനാണ്. എന്നിട്ട് പറഞ്ഞു പണ്ഡിതന്മാർ, നിങ്ങൾ ചോദിക്കാതെ കിട്ടിയതല്ലേ ഇത്ര സുന്ദരനായ സുന്ദരിയായ മകനെയും മകളെയും, അല്ലേ? എത്രയെത്ര മക്കൾ കൈകാലുകൾക്ക് ശേഷിയില്ലാതെ നിരന്തരം ഉമ്മയും ഉപ്പയും മാറി നിന്ന് കഞ്ഞിയും ഭക്ഷണവും ഉറക്കവും നോക്കേണ്ടി വരുന്ന എത്രയെത്ര രക്ഷിതാക്കൾ നമ്മുടെ ഈ സദസ്സിൽ തന്നെയുണ്ട്. എന്നാൽ കൈയിനും കാലിനും കണ്ണിനും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ആരോഗ്യമുള്ള മക്കളെ നമുക്ക് അല്ലാഹു തന്നില്ലേ? നമ്മൾ ചോദിച്ചതിനേക്കാൾ മനോഹരമായ മക്കളെ അല്ലാഹു നമുക്ക് തന്നില്ലേ? എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് ശുക്ർ കാണിച്ചത്? റബ്ബിനോട് നമ്മൾ എങ്ങനെയാണ് നന്ദി കാണിച്ചത്? പ്രിയമുള്ളവരെ, ആ ശുക്റിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ തൃപ്തിക്കിണയാകും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മത്തിനെ വളർത്തുക എന്നുള്ള നമ്മുടെ ബാധ്യത. ആ ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുടെ ജീവിതം തന്നെയാണ്. മാതാപിതാക്കളുടെ ജീവിതം തന്നെയാണ്. ഈ വിഷയം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പറയുന്നു, നിങ്ങൾ മാതൃകകളായി തീരാതെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ, മാതൃകയുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി മാറ്റാൻ കഴിയുകയില്ല. നിങ്ങൾ മാതൃകകളാണോ? കുടുംബങ്ങൾക്കകത്ത് ഉമ്മയാകുന്ന ഉപ്പയാകുന്ന പാഠശാലകൾ മാതൃകകളാകാതെ ഒരു കുട്ടിയും മദ്രസയിലെ ഉസ്താദിനെ കൊണ്ടോ പള്ളിയിലെ ഖതീബിന്റെ പ്രഭാഷണം കേട്ടിട്ട് മാറുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അടിസ്ഥാനപരമായി നിങ്ങളുടെ സമീപനമാണ് മാറേണ്ടത്. നിങ്ങൾ വീടുകൾക്കകത്ത് പുലർത്തുന്ന സമീപനമാണ് മാറേണ്ടത്. നിങ്ങൾക്ക് നമസ്കാരത്തോടുള്ള സമീപനമാണ് മാറേണ്ടത്. നിങ്ങൾക്ക് ഖുർആനിനോടുള്ള സമീപനമാണ് മാറേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ ഉമ്മമാരോട് സംസാരിക്കുന്ന ഭാഷയുണ്ടല്ലോ, ആ ഭാഷയാണ് ഈ മക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അങ്ങാടിയിൽ തെറി വിളിക്കുന്ന മകൻ വീടുകളിൽ നിന്നത് പഠിക്കാതെ ഒരിക്കലും അങ്ങാടികളിൽ അത് പ്രയോഗിക്കുകയില്ല. അതുകൊണ്ട് മാതൃകയാകാൻ സ്വയം പരിശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി എന്ന ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, ആ ബാധ്യതകളിൽപ്പെട്ടത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകകളായി മാറണം. കുടുംബത്തിന്റെ നായകന്മാർ, കുടുംബത്തിന്റെ നാഥൻ, കുടുംബത്തിന്റെ നായിക, നിങ്ങൾ വീടുകൾക്കകത്ത് മൊബൈൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ നമസ്കാരത്തോട് കാണിക്കുന്ന സമീപനം എന്താണ്? നിങ്ങൾ വിശുദ്ധ ഖുർആനോട് കാണിക്കുന്ന സമീപനം എന്താണ്? ഇതിനനുസരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ മക്കളും വളർന്നു വരികയുള്ളൂ. രണ്ടാമത്തേത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകണം. ആ പ്രാർത്ഥനകളിലൂടെയാണ്, നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അള്ളാഹു നൽകിയ നമ്മുടെ സന്താനങ്ങൾ വ്യത്യസ്തരാണ്. ചിലപ്പോൾ കുഴപ്പമുണ്ടാകും,
എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ ദീനീ സ്വഭാവങ്ങളിലേക്ക് വരാത്തവരുണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ സലാസു ദഅവാത്തുൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിൻ ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ വദഅവത്തുൽ വാലിദി അലാ വലദിഹി. അള്ളാഹു ഒരിക്കലും തട്ടാത്ത 3 പ്രാർത്ഥനകളിൽ ഒന്ന് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. തട്ടുകയില്ല അല്ലോ, റബ്ബൊരിക്കലും അത് മടക്കുകയില്ല. മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് ഹിജ്റ 2-ാം വർഷം ജീവിച്ച താബിഈ പണ്ഡിതനും സൂഫി വര്യനുമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാളാണ് അലി. ആ മകൻ എത്ര പറഞ്ഞിട്ടും അച്ചടക്കമില്ല. അള്ളാഹുവിനോട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റബ്ബേ, അവനെ നീ സംസ്കരിക്കണം നാഥ, അവനെ നീ നന്നാക്കണം നാഥ, അവനെ നീ ഉത്തമനാക്കണം നാഥ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ ചരിത്രം വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതനും ശ്രേഷ്ഠനുമായ ഒരു വ്യക്തിത്വമായി ഫുലൈൽ ഇബ്നു ഇയാദിന്റെ അലി എന്ന് പറയുന്ന മകൻ മാറി എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ 3-ാമതായി നമ്മൾ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദീനീ പഠനം എന്നുള്ളത്. ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്താണ് എന്നുള്ളത്. കാലഘട്ടത്തിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ പഠന രീതികളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ശരി, എന്നാലും ബദൽ മാർഗങ്ങൾ നമുക്ക് സാധ്യമാണ്. നമ്മുടെ ഈ മഹലിന്റെ കീഴിൽ തന്നെ പല സംവിധാനങ്ങൾ, ദാറുൽ അർഖം അക്കാദമിയുടെ പേരിൽ നമ്മൾ റെഗുലറായ മദ്രസ നടത്തുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഹോളിഡേ മദ്രസ നടത്തുന്നുണ്ട്. ഇതിൽ രണ്ടിലും വരാൻ സാധ്യമാകാതെ മുതിർന്നവർക്ക് വേണ്ടി ആഴ്ചയിൽ ചൊവ്വാഴ്ച ഖുർആൻ പ്രഭാഷണം ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിലയിരുത്തുമ്പോൾ, അതിനോടുള്ള സമീപനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹം ഈ വിഷയങ്ങളിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കുവാൻ ദീനിന്റെ മാർഗത്തിലുള്ള സംവിധാനങ്ങളും കൂട്ടായ്മകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ മകനെ, മകളെ ഈ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ എത്ര ശക്തമായിട്ടാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മയെയും ഈ വിഷയങ്ങളിൽ കാണിക്കുന്ന അലംഭാവവും നാളെ പരലോകത്ത് നിങ്ങൾ അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളും ഖുർആനിന്റെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടിയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ അവസരം ലഭിക്കാത്ത മനുഷ്യർ നാളെ പരലോകത്തവർ അള്ളാഹുവിന്റെ മുമ്പിൽ നൽകുന്ന ഒരു അപേക്ഷയുണ്ട്. ഇങ്ങോട്ട് തരൂ, ഞങ്ങളെ വഴിപിഴപ്പിച്ച, ഞങ്ങളുടെ തെറ്റായ വഴികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ കാരണക്കാരായ ഞങ്ങളുടെ നേതാക്കന്മാർ, മാതാപിതാക്കൾ. ഇമാം തുബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. മഹാനായ അമാനി മൗലവി അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, രക്ഷിതാക്കൾക്ക് അവരുടെ ബാധ്യതകളിൽപ്പെട്ടതാണ് മക്കൾ പ്രായപൂർത്തിയെത്തുന്നതുവരെയും അവരുടെ മുകളിൽ സ്വാധീനമുണ്ടാകുന്നതുവരെയും അവർക്ക് നിരന്തരമായി ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും ദീനിന്റെ മാർഗത്തിൽ അവരെ കൊണ്ടുപോകാനുമുള്ള നിരന്തരമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത്. ചരിത്രമറിയുന്ന മഹാപണ്ഡിതനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. തുഹ്ഫത്തുൽ മൗലൂദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. ലോക സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കുട്ടികളുടെ വളർച്ചയും വികാസവും തർബിയത്തും എല്ലാം വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദതൻ ഖബീദി. എത്രയെത്ര മക്കളാണ്, എത്രയെത്ര ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നിർഭാഗ്യത്തിലേക്ക് തള്ളപ്പെട്ടത്.
കരളിന്റെ കഷ്ണങ്ങളായ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ ഫിദ്ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ബിഹ്മാലിഹി വതർക്കി തഅദീബിഹി വഇയാനതിഹി ലഹു ഹലാ ശഹവാതിഹി. എന്തുകൊണ്ട്? അവർക്ക് നല്ല കാര്യങ്ങൾ, തർബിയത്തും അദബുകളും മര്യാദകളും ദീനും പഠിപ്പിച്ചു കൊടുത്തില്ല. മാത്രമല്ല അവരുടെ ഷഹ്വാത്തുകൾക്ക്, ഇച്ഛകൾക്കനുസരിച്ച് അവരെ വിട്ടേച്ചുപോയി ഈ മാതാപിതാക്കൾ. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ? അവരോ ഞങ്ങൾ റെസ്പെക്ട് ചെയ്ത കുട്ടികളല്ലേ, അവരങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഞങ്ങൾ അവരോട് കരുണ കാണിച്ചതാ, ഇതൊക്കെ ഞാൻ പറയണതല്ല. എന്നിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നശിച്ചുപോയ കുട്ടികളുടെ കാര്യങ്ങൾ പഠിച്ചു നോക്കൂ, അവരുടെ രക്ഷിതാക്കളായിരിക്കും അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടവും സാഹചര്യവും മാറി എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും രക്ഷപ്പെടാനുള്ള യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ല. ദീനീ പഠനത്തിന് വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വളരെ കഠിനമായ പരിശ്രമങ്ങളോടുകൂടി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മദ്രസകളുണ്ട്, ഇസ്ലാമിക കോളേജുകളുണ്ട്. അവയിലെല്ലാം നമ്മുടെ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകാം. പണ്ട് കാലങ്ങളിൽ 5ഉം 8ഉം 10ഉം മക്കളുള്ള വീടുകളിൽ നിന്ന് ഒരു മകനെ ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിക്കൊടുക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ രീതിയായിരുന്നു. നമ്മളും ദീനീ രംഗത്തേക്ക് പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉമറാക്കളുടെയും ഉലമാക്കളുടെയും ഒരു വലിയ നിര തന്നെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞു. അടുത്ത തലമുറയെ നയിക്കാൻ ശേഷിയുള്ള നേതാക്കളെയും പണ്ഡിതന്മാരെയും ഉണ്ടാക്കല് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് പറഞ്ഞേക്കണം. അഞ്ചാമതായി, ഏറ്റവും നല്ല പരിതസ്ഥിതികളിൽ നിങ്ങൾ അവരെ വളർത്തുക. കൂട്ടുകാർ, കൂട്ടുബന്ധങ്ങൾ, അവരുടെ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ്, അതെല്ലാം പോസിറ്റീവായി കൊണ്ടുപോകാൻ നമുക്ക് ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, പുതിയ ജീവിത സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും നല്ല അവസ്ഥയിൽ, ഏറ്റവും നല്ല അവസ്ഥയിലാണ് നിങ്ങൾ അവരെ വളർത്തേണ്ടത് എന്നുള്ളതാണ്. പടച്ചറബ് ആ സ്വഭാവത്തിൽ നമ്മുടെ മക്കളെ വളർത്തുവാനുള്ള മനസ്സും അത്തരത്തിലുള്ള താല്പര്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അയ്യുഹന്നാസ് ഊസീകും ബിനഫ്സി തഅനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറബ് അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പലതരം ചർച്ചകൾ നമ്മുടെ വീടുകൾക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് റിസൾട്ട് വരാൻ പോകുന്ന സമയം. എവിടെ നമ്മുടെ മക്കൾ പഠിച്ചാലും അവരെ പഠിപ്പിച്ചാലും ദീനിന്റെ അടിത്തറകൾ അവർക്ക് ലഭിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് അവർ രക്ഷപ്പെടുകയില്ല. ദുനിയാവിൽ ഒരുപക്ഷെ അതുകൊണ്ട് അവർക്ക് ചില ഗുണങ്ങൾ കിട്ടിയേക്കാം. മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യുബ്തഅ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അർളൻ മിന ദുനിയ ലം യജിദ് അറഫൽ ജന്നത യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നേടേണ്ട വിജ്ഞാനം, അത് ഭൗതികമാകട്ടെ അല്ലെങ്കിൽ ആത്മീയമായ പഠനങ്ങളാകട്ടെ, രണ്ടായാലും ആ സ്വഭാവത്തിലല്ല നേടുന്നതെങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ മണം പോലും അവർക്ക് കിട്ടുകയില്ല. സയൻസ് പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും ഒക്കെ ഈ വജ്ഹുല്ലയെ നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീടുകളുടെ തീന്മേശകൾക്കകത്ത്, നമ്മുടെ വീടുകൾക്കകത്തുള്ള ചർച്ചകളിൽ തൗഹീദും തവക്കുലും തഖ്വയും ഉൾപ്പെടെയുള്ളത് ചർച്ചയാകുന്ന ഒരു അന്തരീക്ഷം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുകയും. അതിനുവേണ്ട ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം. ഞാൻ മദ്രസയെ കുറിച്ച് പറഞ്ഞു.
നമ്മുടെ ഈ മഹല്ലിന് കീഴിൽ, പള്ളിയുടെ കീഴിൽ, 2 പള്ളികളുടെയും കീഴിൽ മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. പുറത്ത് അതിനുള്ള കൗണ്ടർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദാറുൽ അർഖം അക്കാദമി എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടിക്കും ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നമ്മൾ അറിയിക്കുക. ദീനീ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മുടെ സമീപത്ത് തന്നെ ശാന്തപുരം അൽജാമിയ ഉൾപ്പെടെയുള്ള വലിയ ദീനീ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നോളജ് വേൾഡ് പോലെയുള്ള നമ്മളുടെ മക്കൾക്ക് ആർട്സിലും സയൻസിലും അതുപോലെ തന്നെ ലോ ഉൾപ്പെടെയുള്ള മേഖലയിൽ പഠിക്കാനുള്ള വലിയ വിജ്ഞാന സംവിധാനങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനുള്ള ഉദവി നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠതകൾ അറിയുന്നവരാണ് നമ്മൾ. അടുത്ത തിങ്കളാഴ്ച മുതൽ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠകരമായ പുണ്യകരമായ 10 ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ആ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തിനും വലിയ പുണ്യങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. നോമ്പെടുക്കാം. അതുപോലെ തന്നെ യൗമ അറഫ വരുന്നത് ആ ദിവസമാണ് നോമ്പെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ദിക്റുകൾ, ദുആകൾ, സ്വതക്കകൾ ഒക്കെ നിർവഹിക്കാൻ കഴിയുന്ന പുണ്യകരമായ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തുക. ഉദ്ഹിയ്യത്തിൽ ചേരേണ്ടവർ, അതിന് ബാധ്യതയാക്കപ്പെട്ടവർ ഉദ്ഹിയ്യത്തിൽ പങ്കാളിത്തം വഹിക്കുകയും അവർ ഈ ദുൽഹിജ്ജ പിറന്നാൽ 1-ാം തീയതി മുതൽ അവരുടെ മുടിയും അതുപോലെ തന്നെ താടിയും രോമങ്ങളും നീക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ടതുണ്ട്. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടതുണ്ട്. പടച്ചുറപ്പ് അതെല്ലാം നമുക്ക് പാലിക്കുവാനുള്ള ഉദവി നൽകുമാറാകട്ടെ. 2 സഹോദരന്മാരുടെ മരണം നമ്മുടെ ഈ മഹല്ലുമായി, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി കാര്യങ്ങളിൽ സഹകരിച്ചിരുന്ന സഹോദരൻ കീഴപ്പാട്ട് ഹുസൈൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നാഥൻ സുബറും സൽവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിരുന്ന സഹോദരന്റെ ഉപ്പ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹത്തിനും നാഥൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ, ദീനിന്റെ വിജ്ഞാനങ്ങൾ ആർജിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളെയും ആ തലങ്ങളിലൂടെ വളർത്തിയെടുക്കുവാൻ ഉദവി നൽകി ഞങ്ങളെ നീ സഹായിക്കണം തമ്പുരാനെ. നാഥ, ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം നാഥ. റഹ്മാനായ നാഥ, ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ സുബറോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാൻ നീ ഞങ്ങളെ സഹായിക്കണം നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിൽ മനസ്സിടിഞ്ഞവരാണ്, സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരാണ്. നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് നീ അറുതി നൽകണം നാഥ. മനസ്സുകൾക്ക് നീ ആശ്വാസം നൽകണം നാഥ. സക്കീനത്ത് കൊണ്ടും സആദത്ത് കൊണ്ടും ഞങ്ങളുടെ മനസ്സുകളെ നീ അനുഗ്രഹിക്കണം നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ രോഗികളുണ്ട്. ഈ സദസ്സിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണം നാഥ. മാറാരോഗങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണം നാഥ. റഹ്മാനായ നാഥ, ഞങ്ങൾക്കൊക്കെയും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇസ്ലാമികമായ ജീവിതത്തിന്റെ ഉന്നതമായ മര്യാദകളോടുകൂടിയുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം നാഥ. ഞങ്ങളുടെ ആൺകുട്ടികളെ നീ ഇസ്ലാഹ് ചെയ്യണം നാഥ. ഞങ്ങളുടെ പെൺമക്കളെ നീ ഇസ്ലാഹ് ചെയ്യണം നാഥ. നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ, ദീനിനു വേണ്ടി സംസാരിക്കാൻ അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ നീ അവരെ സഹായിക്കണം തമ്പുരാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഏർപ്പാടുകളിലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും നീ ഖൈറും ബർക്കത്തും ചൊരിയണം നാഥ. ഈ നാട്ടിൽ ഞങ്ങൾക്ക് നീ അമ്നു നൽകണം നാഥ. നിർഭയത്വത്തോടുകൂടി നിന്നെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലാവസ്ഥയും സാഹചര്യവും നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങൾക്ക് നൽകപ്പെട്ട ഭരണാധികാരികളെ കൊണ്ട് ഈ നാടിനും സമൂഹത്തിനും ഗുണമുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാൻ നീ അവരെ സഹായിക്കണം തമ്പുരാനെ. റഹ്മാനായ നാഥ, നിന്റെ മാർഗത്തിലുള്ള മരണം നൽകി ഞങ്ങളെ നീ സഹായിക്കണം നാഥ. നിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിനക്കിഷ്ടപ്പെട്ട ഇബാദത്തുകളിലായിരിക്കുമ്പോൾ, നിനക്കിഷ്ടപ്പെട്ട കർമ്മങ്ങളിലായിരിക്കുമ്പോൾ
നിന്നിലേക്ക് തിരിക്കാൻ നീ സൗഭാഗ്യം നൽകിയവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. റഹ്മാനായ നാഥ, സ്വാലിഹീങ്ങളുടെ മരണം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുമ്മ ഖുർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് തറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീന മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അൽ കുഫ്ര വൽ കാഫിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അൻ നിഫാഖ വൽ മുനാഫിഖീൻ. അല്ലാഹുമ്മ അഹീനാ അലൽ ഖുർആനി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ. റഹ്മത്തുക സല്ലല്ലാഹു